തേർഡ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ആണ്. ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്താണെന്ന് പഠിക്കുക. അതായത് ബീം സപ്പോസ് ഒരു എൽ ലെങ്ത് ഉള്ള ബീം അതിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ബെൻഡ് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കോൺക്രീറ്റിന് ടോപ്പ് പോർഷൻ ഇവിടെ എന്തായിരിക്കും, കംപ്രഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ബോട്ടം പോർഷനിൽ ടെൻഷൻ ആയിരിക്കും. അതായത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കംപ്രഷൻ. ഇവിടെ സ്ട്രെച്ചിങ്ങാണ് സംഭവിക്കുന്നത്. സ്ട്രെച്ചിങ് ആയതുകൊണ്ട് ഇവിടെ ടെൻഷൻ, ബോട്ടം പോർഷനിൽ ടെൻഷനും ടോപ്പിൽ കംപ്രഷനും ആയിരിക്കും ഉണ്ടാകുന്നത് നോർമലി ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇതിനകത്ത് ബെൻഡിങ് ഇക്വേഷൻ പഠിക്കുക. M/I = σ/y E/R. M എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്, I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ്, Y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ന്യൂട്രൽ ആക്സസ്, ഇതാണ് ന്യൂട്രൽ ആക്സസ് എങ്കിൽ ന്യൂട്രൽ ആക്സസ് മുതൽ ബോട്ടം ഫൈബർ വരെ അല്ലെങ്കിൽ എക്സ്ട്രീം ഏറ്റവും ഔട്ടർ മോസ്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ Y എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രൽ ആക്സസ് മുതൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. ദെൻ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, R എന്ന് പറയുന്നത് റേഡിയസ്. ഇത്രയാണ് ടേംസ്. ബേസിക് ഇക്വേഷൻ പഠിക്കുക. പിന്നെ അസംഷൻസ്, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിലുള്ള അസംഷൻസ് പഠിക്കുക. നോട്ട്സ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ ആക്സസ് എന്താണെന്ന് പഠിക്കുക. ന്യൂട്രൽ ആക്സസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇമാജിനറി ലൈനാണ് ബീമിൻ്റെ ക്രോസ് സെക്ഷനിൽ. അവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. നമുക്കറിയാം ടോപ്പിൽ കംപ്രഷൻ, ബോട്ടത്തിൽ ഫൈബറിലാണ്. ടോപ്പിൽ കംപ്രഷൻ, ബോട്ടം ടെൻഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു നടുക്ക് ഏറ്റവും മിഡിൽ പോർഷനിൽ ഒരു ലെയർ കാണും. അവിടെ നോ സ്ട്രെച്ചിങ്, നോ കംപ്രഷൻ. സ്ട്രെച്ചിങ്ങും ഇല്ല, കംപ്രഷനും ഇല്ല. ആ ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. ദെൻ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പഠിക്കുക. ഇത്രയും പോർഷൻസാണ് തിയറി രീതിയിൽ വരുന്നത്.